പിന്നെ ശ്രീമോളെ കല്യാണമോ? ആരുടെ? ശ്രീമോളെ കല്യാണമാണ് അടുത്ത ആഴ്ച അമ്പലത്തിൽ വെച്ചിട്ടാ. എല്ലാവരും വരണം കേട്ടോ. ശരി. ഇനിയിവിടെ കുറച്ച് വീടുകൾ കൂടി പറയാണ്ട്, വൈകണ്ട കേട്ടോ. അപ്പോൾ ആരും പിന്നെ എന്താണ് വരാതിരിക്കരുത്, എല്ലാവരും വരണം. ഇപ്പോൾ ആരൊക്കെ നിങ്ങൾ ഇവിടെ പുതിയ താമസക്കാരൻ ഞാൻ കണ്ടിട്ടില്ല, അങ്ങോട്ടാണ്. ആയിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ വരും കേട്ടോ. കല്യാണത്തിന് എല്ലാവരും നേരത്തെ തന്നെ. ശ്രീമോളേനെ പാലക്കാട്ടേക്കാണ് കൊണ്ടുപോകുന്നത്. എല്ലാവരും ഉണ്ട് വീട്ടിൽ. ഇനി കുറച്ച് വീടും കൂടെ പറയാണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച തിങ്കളാഴ്ചയാണ് കല്യാണം. നേരത്തെ എല്ലാവരും വരിക കേട്ടോ. ആയിക്കോട്ടെ, നിങ്ങളൊക്കെ വന്ന് എൻ്റെ കുട്ടിക്ക് വേണ്ട അനുഗ്രഹമൊക്കെ കൊടുക്കണം കേട്ടോ. നീ കത്ത് ഞാൻ എടുത്തിട്ടില്ലേ, കത്ത് നീ മകൾക്ക് ചെക്കൻ്റെ കയ്യിലോട്ട് കൊടുത്തയക്കാം കേട്ടോ. എന്നാൽ പോട്ടെ, കല്യാണത്തിന് വരണേ, എല്ലാവരും പറ്റാൻ മറക്കരുതേ. ശരി. ശരി. പാറുവമ്മേ, എന്തേപ്പോ ഈ വഴി? ശ്രീമോളെ കല്യാണം ക്ഷണിക്കാൻ വന്നാണ്. അപ്പോൾ അടുത്ത ആഴ്ചയാണ് കല്യാണം. ഞാൻ അൻ്റോടെയും വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഈ കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് നേരത്തെ അങ്ങോട്ട് വരിക കേട്ടോ. ശ്രീമോളെ കല്യാണം വരാം. അപ്പോൾ അത് പുതിയ താമസക്കാരാണ്. ഞങ്ങളിവിടെ നിൽക്കുന്നിടത്താണ്. 5-ാം തീയതിയാണ്, മറക്കണ്ട. അപ്പോൾ പിന്നെ കത്ത് ഞാൻ എടുത്തിട്ടില്ല, കത്ത് എല്ലാവർക്കും ഞാൻ തരുന്നുണ്ട്. എല്ലാവരും വീട്ടിലും കത്ത് എത്തിക്കും. എല്ലാവരും കല്യാണത്തിന് വരണം, മോളെ അനുഗ്രഹിക്കണം. അപ്പോൾ കൊടുക്കുന്നത് അങ്ങോട്ടാന്ന് അറിയില്ല, പാലക്കാട്ടൊക്കെയാണ്. അവിടെ ഇപ്പോൾ ആരുമില്ല. അതന്നെ, എന്തായാലും ശ്രീമോളെ കല്യാണത്തിന് വരണം, എല്ലാവരും വരണം. വൈകാൻ പാടില്ലേ, കുട്ടികളല്ലേ, പെൺകുട്ടികളല്ലേ, വീട്ടിൽ നിർത്താൻ പറ്റൂല. വേഗം കെട്ടിച്ചു കൊടുക്കണം. കാശില്ലെങ്കിലും പിച്ചെടുത്തിട്ടാണെങ്കിലും കാശുണ്ടാക്കിയിട്ട് പെൺകുട്ടികളെ കെട്ടിക്കണം. കുട്ടികളൊക്കെ ഭയങ്കര അപകടം വീട്ടിൽ നിർത്തണ്ടേ. അപ്പോൾ കുട്ടികളെ കല്യാണം വേഗം കഴിപ്പിച്ചു കൊടുക്കുക. ഞാനും അതെ, വേഗം കഴിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പ്രശ്നം. ഇപ്പം കുട്ടികളൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വേഗം ആരുടെങ്കിലും കൂടെ പോയി ജീവിക്കുക എന്നുള്ള സമാധാനം ഉണ്ടാവില്ല. അതെ, അപ്പോൾ മറക്കണ്ട, ഇതിലോട് ഞാൻ പറഞ്ഞു. പാവം, എന്താ ചെയ്യാ? ആരാ അത് ഇവിടെ കല്യാണം ക്ഷണിക്കുന്നത്? ആരാ? അതോ ഇവിടെ ഉള്ളതാണ്. ഞങ്ങളൊക്കെ പാറുവമ്മ എന്ന് വിളിക്കും. ഒന്നും പറയണ്ട. ശ്രീമോൾ അതിൻ്റെ പേരക്കുട്ടിയാണ്, എൻ്റെ മകൻ്റെ കുട്ടിയാണ്. മകനൊരു ആക്സിഡൻറ്റിന് വെച്ചു. മകന് 2 മക്കളായിരുന്നു. അത് ശരി. ഈറ്റങ്ങൾ ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ എൻ്റെ അമ്മ ഈ ചങ്ങാതി മരിച്ചപ്പോൾ ആ കുട്ടികളമ്മ ആരുടെ കൂടെ പോയി. പിന്നെ ഈ അച്ഛമ്മ തലേനെ ഉണ്ടായുള്ളൂ മറ്റങ്ങളെ നോക്കാൻ. എന്തിനു പറയുന്നു കുട്ടി? ഇവർ പാത്രങ്ങളൊക്കെ എവിടേക്കോ വീട്ടുപണിയൊക്കെ എടുത്തിട്ടൊക്കെ തന്നെ നോക്കിയത്. ചെറിയൊരു കുടിയിലുണ്ട്, ഇവിടുന്ന് അങ്ങോട്ട് പോകണോട്ട് ആ ജംഗ്ഷനിൽ അങ്ങോട്ട് തിരിയുണ്ട്. ഈ കുട്ടികളെ നോക്കിയത്. ഇപ്പോൾ ആ പെണ്ണ് +2 വരെയൊക്കെ പഠിച്ചുകൊണ്ട് പോയത്. +2 കഴിഞ്ഞ് ഡിഗ്രിക്കൊക്കെ ചേർത്തതാണ്. അപ്പോഴേക്കും പെണ്ണിന് ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ ഏതോ ഒരുത്തനായിട്ട് പ്രേമമൊക്കെ ആയിട്ട് ഇവരൊക്കെ ആകെപ്പാടെ അറിഞ്ഞപ്പോൾ ആരൊക്കെ വന്ന് പറഞ്ഞു വേഗം പെണ്ണിനെ പിടിച്ച് കെട്ടിച്ചു കൊടുക്കാൻ. 10-18 വയസ്സ് കഴിയും ചെയ്തായിരുന്നു. പിന്നെ എന്താ പറയുക, കല്യാണമൊക്കെ നിശ്ചയിച്ചു. കല്യാണങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ ഒരു ദിവസം ഈ പെണ്ണൊരു കത്ത് എഴുതി വെച്ചിട്ട് ഏതോ ഒരുത്തൻ്റെ കൂടെ വെച്ചോട് പോയി. ഇതെന്തൊക്കെ എന്താ ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ എന്താ ഒക്കെ കുട്ടികൾക്കുള്ള ഓരോരോ പരിപാടി ഉണ്ടല്ലോ, അതിന്ന് കണ്ട് ഇഷ്ടപ്പെട്ടതാ അത്രേ. ആർക്കും അറിയുന്നതൊക്കെ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പെണ്ണിൻ്റെ ശവ തകർക്കുന്നത് വീട്ടിൽ. ആരൊക്കെ അതിനെ ഉപദ്രവിച്ചിട്ട് കൊന്നിട്ടതാ. പോലീസും കേസും കാര്യങ്ങളൊക്കെ ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അച്ഛമ്മയ്ക്ക് തലയ്ക്ക് അതോടൊരു പ്രാന്തായതായി. അത് ഇതുപോലെ കരഞ്ഞു വിളിച്ച് എല്ലാ വീട്ടിൽ കൂടിയും പോയി കല്യാണം ക്ഷണിക്കും. എല്ലാവരും ചിലവരൊക്കെ വിശ്വസിക്കും ശരിയാണെന്നായിരിക്കും, സത്യമല്ല. കല്യാണമൊന്നുമില്ല. കല്യാണം നിശ്ചയിച്ചു, അമ്പലത്തിൽ വെച്ച് താലി കെട്ടാനൊക്കെ തീരുമാനിച്ചതൊക്കെ തന്നെയാണ്. നല്ലൊരു ചെക്കൻ പാലക്കാട്ടം തന്നെയാണ് വന്നതൊക്കെ. പക്ഷെ എന്താ ചെയ്യുന്നത്, ആ കുട്ടിക്ക് യോഗമല്ലാണ്ട് പോയി. ഇപ്പോഴത്തെ ഓരോരോ കണ്ടുപിടുത്തങ്ങളെ പെൺകുട്ടികളെ തോന്നിയാസം ആ തലേനൊന്നും ആലോചിച്ചാൽ മതിയായിരുന്നു. ആ കുട്ടിക്ക് അതൊക്കെ ചെയ്തതുമില്ല. ആ ചെക്കൻ 10ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുകയായിരുന്നു. അതിൻ്റെ അന്യചക്കം അതിൻ്റെ പഠിപ്പും പലർക്കും
ഇടയ്ക്ക് തള്ളാനെ പിടിച്ച് വെച്ചും കൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോകണതാണ്. അടുത്തുള്ളവരൊക്കെ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ തിരിച്ചു കൊടുക്കുമ്പോൾ അത് വാങ്ങി കഴിക്കും. ചിലപ്പോൾ മഴയും കൊണ്ട് ഇങ്ങനെ പോകുന്ന കാണാൻ സങ്കടം തോന്നും കണ്ടു കഴിഞ്ഞാൽ. ഇപ്പോഴത്തെ മക്കളുടെ ഓരോരോ കാര്യം എന്താ ചെയ്യുക. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഫോണും കാര്യങ്ങളൊന്നും കൊടുക്കുക, അല്ലെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ തന്നെ നമ്മളുടെ ഒരു കണ്ണ് എപ്പോഴും ഉണ്ടാവണം. ഇതിപ്പോൾ ആരും ചോദിക്കാനും പറയാനൊന്നും ഇല്ലല്ലോ. പഠിക്കാൻ വേണ്ടിയിട്ട് ആരും വാങ്ങിക്കൊടുത്തതാണ് ഫോണ്. പെണ്ണായാലും ഒന്നും പറയുന്നൊക്കെ നാശമായെന്ന് പറയാം. ആ കുടുംബേ പോയി. ആ പാവം അമ്മ അവിടെ പറമ്പ് അവിടെ ഇവിടെയൊക്കെ വീട്ടുപണിക്ക് പോയിട്ടും തൊഴിലുറപ്പിന് പോയിട്ടൊക്കെ ആയിരുന്നു ആ കുട്ടികളെ നോക്കിയിരുന്നത്. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പെണ്ണിങ്ങനെ പോകും പാവം ഓരോ വീടുകളിൽ കയറും. പിന്നെ ഈ ഭാഗത്തുള്ളവർക്കൊക്കെ അറിയാം അങ്ങനെ സുഖമില്ലാത്ത ആളായതുകൊണ്ട് പിന്നെ ആരും ഒന്നും പറയും. ഞങ്ങളിവിടെ പുതിയ ആൾക്കാരല്ലേ താമസത്തിന്. ഞങ്ങൾ പുതിയ താമസക്കാരാണ്. ഞാൻ കണ്ടിട്ട് നിങ്ങളിതിൽ അങ്ങോട്ട് പോകുന്നത് കണ്ടിട്ടില്ല. എന്താ ചെയ്യുക, ഓരോരോ കഷ്ടകാലം അല്ലാണ്ട് പെൺകുതിനൊക്കെ പറയുന്നു. സങ്കടം തോന്നും അവരുടെ കാര്യങ്ങൾ വയ്ക്കുമ്പോൾ. വീട്ടിൽ വരും. ഇപ്പോൾ 2-3 പ്രാവശ്യം വന്ന് കല്യാണം ക്ഷണിച്ച് പോയി. പിന്നെ നമുക്ക് ഇതൊക്കെ അറിയണോണ്ട് അവിടെ വരുമ്പോൾ എന്തെങ്കിലും കഞ്ഞിയോ ചോറോ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. ചിലപ്പോൾ അത് കഴിക്കാമല്ലോ എൻ്റെ ചക്കനെ പറഞ്ഞിട്ട് കൊത്തിപ്പൊഞ്ഞ് കൊണ്ടുപോകുന്നതാണ്. ചിലപ്പോൾ ആ കലിങ്ങിൻ്റെ മുകളിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കരയും പറയുകയൊക്കെ ചെയ്യുന്ന കേൾക്കാം. സങ്കടമാണ് കാണുമ്പോഴേ. എന്താ പറയുക. പിന്നെന്താ, ഞാനിതാ അപ്പുറത്തെ വീട്ടിലൊന്ന് വന്നതാണ്. ഇവിടേക്ക് വന്നതാ. പോണ വഴിക്ക് കണ്ട വിളിച്ചും കൊണ്ട് പോകണം. വല്ല കഞ്ഞിയും വെള്ളം കൊടുക്കാം. കാണാൻ വയ്യ, അതൊന്നും കാണാൻ വയ്യ. ശരി എന്നാൽ ഞാൻ പോവാം കേട്ടോ. ശരി എന്നാൽ ആയിക്കോട്ടെ. ആയിക്കോട്ടെ ശരി. കണ്ടോ ഇൻസ്റ്റഗ്രാം കണ്ണിക്കണ്ടയിലൊക്കെ കയറിയിട്ട് കണ്ടോ ഒരു അമ്മമ്മേനെ കണ്ടപ്പോ ഇവിടെ വന്നത്. ആ അമ്മമ്മയുടെ പേരക്കുട്ടി മരിച്ചൂന്ന്. എൻ്റെ കല്യാണം ക്ഷണിക്കാൻ വന്നത്. അവർക്ക് തലയ്ക്ക് സുഖമില്ല, ഓർമ്മയൊക്കെ പോയിട്ട്. എൻ്റെ കല്യാണത്തിൻ്റെ സമയമാകുമ്പോൾ അത് പോയി ആരുടെ കൊടുത്തിട്ട്. പിന്നെ കാരണം അത് മരിച്ചിട്ടാ. അങ്ങനെ ആ അമ്മമ്മയ്ക്ക് പ്രാന്തമായി തലയ്ക്ക്. എന്താ കാരണം? ഫോണ് കളി. ഒന്നിനപ്പോൾ ഫോണ് കളിക്കുക. ആരും ചോദിക്കാനും പറയാനും ഇല്ല ഞങ്ങളോട്. ഫോണ് കളിച്ചിട്ട് ഇപ്പം എന്തായി അവസാന ജീവിതം പോയത് കണ്ടില്ലേ. ഇതാ പറയുന്നത് ഫോൺ എടുക്കരുത് കുട്ടികൾ. ഇനി ഫോണ് കളിക്കുകയാണെങ്കിൽ അച്ഛനും അമ്മയൊക്കെ ഇരിക്കുമ്പോൾ അവരെ മുന്നിലിട്ട് കളിക്കുക, എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ കണ്ടു. അപ്പോൾ ആ അമ്മമ്മയുടെ ഇതും പോയി. ആ അമ്മമ്മയ്ക്ക് ഒരു കുട്ടിയും കൂടി ഉണ്ട്. 10-15-16 വയസ്സൊരു ആൺകുട്ടി. അതിൻ്റെ ജീവിതവും പോയി. ഫോണ് കളിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. നല്ലതും ചീത്തതൊക്കെ ഉണ്ടായാലും നല്ലത് മാത്രം തിരഞ്ഞെടുത്ത് ഇതാക്കണോണ്ട് ഒരു കുഴപ്പമില്ല. മനസ്സിലായോ പറയുന്നത്? കണ്ടില്ലേ ഇപ്പോൾ അതുപോലെ അച്ഛങ്ങളുടെ അവസ്ഥ കണ്ടപ്പോൾ എന്ത് കഷ്ടമാണ്. അപ്പോൾ ആ അമ്മമ്മയ്ക്ക് പ്രാന്തും. അത് എവിടേക്കോ പോയി ഭക്ഷണമൊക്കെ ആരെങ്കിലുമൊക്കെ കൊടുത്ത് അതൊക്കെ വാങ്ങി കഴിച്ചിട്ടാണ് കണ്ടത്. ആൻറ്റിയോടെ നിന്ന് പറയുന്നിട്ടില്ലേ ആ ഭക്ഷണമൊക്കെ അതാണ് കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഫോൺ എടുക്കുന്നത്. ഒരു പ്രായമാകുമ്പോൾ അത് നിങ്ങൾക്ക് ഒരു 10-20 വയസ്സ് 21 വയസ്സൊക്കെ ആകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് സ്വന്തം കാര്യങ്ങൾ നോക്കാറാകും. ഇപ്പോൾ തന്നെ ഈ ഫോൺ എടുത്ത് കളിച്ചിട്ടൊക്കെ എവിടെ എത്തി. അപ്പോൾ അവരുടെ എല്ലാവരുടെയും പോയി. ആ കുടുംബമേ പോയി. കഷ്ടം. ഓരോരോ യോഗം അല്ലാണ്ട് എന്താ പറയുക. കാണുമ്പോൾ സങ്കടം തന്നെയാണ്. ഈ കുട്ടികൾക്ക് ഇത് വല്ലതും അറിയണം. ബാക്കി വീട്ടിലിരിക്കുന്നവരുടെ മനസ്സല്ലേ തീ തിന്നെയാണ് വീട്ടിൽ നിൽക്കുന്നത്. സ്കൂളിലേക്ക് പോയി തിരിച്ച് വരുന്നവരെയും നെഞ്ചിരിപ്പാണ്. ചെറിയ പെൺകുട്ടികളായാലും ശരി ആൺകുട്ടികളായാലും ശരി. എന്തൊരു കഷ്ടമാണെന്നറിയും. ഓരോന്ന് കാണും കേൾക്കും ചെയ്യുമ്പോൾ വല്ലാത്ത വിഷമം. പാവം എന്തു ചെയ്യാനാണ്. ആരോട് പറയും? ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ടോ അവർക്ക്? വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് കൃഷ്ണ. എല്ലാവരും ശ്രദ്ധിച്ചാൽ അവർക്ക് കൊള്ളാം. അതന്നെ.